السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين وبعد. ബഹുമാനരായ സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഒരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണമാണ് അവൻ അള്ളാഹുവിൽ ഏത് സാഹചര്യത്തിലും പ്രതീക്ഷ പുലർത്തുന്നവനായിരിക്കണം എന്നത്. അള്ളാഹുവിൽ തവക്കുലാക്കുകയും അവരിൽ മാത്രം ബലമേൽപ്പിക്കുകയും പ്രതീക്ഷ അർപ്പിക്കുകയും പ്രത്യാശ പുലർത്തുകയും ചെയ്യുന്ന വിശ്വാസിയെ അള്ളാഹു സഹായിക്കാൻ മതിയായവനാണ്. വിശുദ്ധ ഖുർആനിലൂടെ കണ്ണോടിച്ചു നോക്കിയാൽ നിരവധി സൂക്തങ്ങൾ ആ കാര്യം പ്രഖ്യാപിക്കുന്നതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറയുകയുണ്ടായി, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നുവെങ്കിൽ അവന്റെ കാര്യം പൂർത്തീകരിക്കുവാൻ അള്ളാഹു മതിയായവനാണ്. നിരവധി സൂക്തങ്ങളിലൂടെ ആ കാര്യം അള്ളാഹു പ്രഖ്യാപിക്കുന്നുണ്ട്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരുടെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുകയും പൂർത്തിയാക്കുകയും നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ആ കാര്യം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, നമ്മുടെ മുൻഗാമികളായിരുന്ന ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ ഒരു സമ്പന്നന്റെ അടുത്ത് ചെന്ന് 1000 ദീനാർ വായ്പ ചോദിക്കുകയുണ്ടായി. ഉടനെ ആ സമ്പന്നൻ പറയുകയുണ്ടായി, നിങ്ങൾ എനിക്ക് കടം വാങ്ങുന്ന പണം തിരിച്ചു നൽകും എന്നതിന് സാക്ഷിയെയോ ജാമ്യക്കാരനെയോ ഹാജരാക്കണം. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് സാക്ഷിയായും ജാമ്യക്കാരനുമായും വഖഫാ ബില്ലാഹി ഷഹീദ വഖഫാ ബില്ലാഹി വക്കീല. അള്ളാഹുവാണ് എനിക്ക് സാക്ഷി നിർത്താനുള്ളത്, അള്ളാഹുവാണ് ഈ പണം ഞാൻ നിങ്ങൾക്ക് മടക്കിത്തരും എന്നതിന് ജാമ്യക്കാരനായി നിർത്താനുള്ളത്. ഉടനെ അദ്ദേഹം അത് സ്വീകരിക്കുകയും പണം ഏൽപ്പിക്കുകയും ചെയ്തു. പണം വാങ്ങിയ ആ വ്യക്തി കടൽ കടന്ന് വിദൂര സ്ഥലത്ത് പോയി കച്ചവടം നടത്തുകയും ജീവിക്കുകയും ചെയ്തു. പണം തിരിച്ചു കൊടുക്കാനായ സമയം എത്തിയപ്പോൾ അദ്ദേഹം തിരിച്ച് ആ നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ദ്വീപിലേക്ക് എത്തുകയും അങ്ങനെ വാഹനം അല്ലെങ്കിൽ കടത്തുബോട്ട് അന്വേഷിച്ച് അവിടെ കാത്തിരിക്കുകയും ചെയ്തു. പക്ഷേ കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ കപ്പലുകളോ ബോട്ടുകളോ ഒന്നും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായില്ല. അദ്ദേഹം വളരെ നിരാശനായി വിഷമത്തോടുകൂടി തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു മരക്കഷ്ണം അവിടെ നിന്ന് കിട്ടി. അവൻ അത് തുരന്ന് അതിൽ 1000 ദീനാറും ഒരു ലെറ്ററും എഴുതി വെച്ചു. എന്നിട്ട് ആ മരക്കഷ്ണം പഴയ രൂപത്തിൽ തന്നെ നല്ല രൂപത്തിൽ ഭദ്രമായി കെട്ടി അദ്ദേഹം അത് കടലിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അള്ളാഹുവിനോട് പറയുകയുണ്ടായി, അള്ളാഹുവെ, ഞാൻ ഈ പണം വായ്പ ചോദിച്ചപ്പോൾ അയാള് ഈ പണം തിരിച്ചു നൽകുന്നതിന് ജാമ്യക്കാരനെയും സാക്ഷിയെയും ചോദിച്ചിരുന്നു. ഞാൻ നിന്നെയാണ് സാക്ഷിയായും ജാമ്യക്കാരനായും നിർത്തിയത്. അയാൾ നിന്റെ പേര് പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് കടലിലേക്ക് ഇട്ടു. കടം തിരിച്ചു ലഭിക്കേണ്ട സമയമായപ്പോൾ വായ്പ നൽകിയ സമ്പന്നൻ കടലിന്റെ അടുത്തേക്ക് വന്നു. ഏതെങ്കിലും കപ്പലോ ബോട്ടോ തോണിയോ വന്ന് അദ്ദേഹത്തിന്റെ പണം അതിൽ ഉണ്ടായിരിക്കും യാത്രക്കാർ എന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്ന് കാത്തിരുന്നു. പക്ഷെ ആരെയും ലഭിച്ചില്ല. അദ്ദേഹവും നിരാശനായി മടങ്ങിപ്പോകുന്ന സമയത്ത് അദ്ദേഹം കടലിൽ ഒരു മരക്കഷ്ണം ഒഴുകി നടക്കുന്നത് കണ്ടു. അതെടുത്തുകൊണ്ട് അദ്ദേഹം വീട്ടിൽ പോയി അത് കത്തിക്കാനോ വിറകിനോ മറ്റോ ഉപയോഗിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലെത്തി അത് പൊളിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് ഒരു കത്തും 1000 ദീനാറുമാണ്. തന്റെ സഹോദരൻ വായ്പ വാങ്ങിയ പണം തിരിച്ചു നൽകിയതായി അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അദ്ദേഹം അത് എടുക്കുകയും ചെയ്തു. ആ വായ്പ വാങ്ങിപ്പോയ വ്യക്തി വീണ്ടും 1000 ദീനാറ് സ്വരൂപിക്കുകയും കാറ്റും കോളൊക്കെ ശാന്തമായതിനു ശേഷം മറ്റൊരു ദിവസം തിരിച്ചു നാട്ടിലെത്തുകയും വായ്പ വാങ്ങിയ ആളെടുത്ത് പോയിട്ട് വീണ്ടും 1000 ദീനാറുമായി ചെല്ലുകയും ചെയ്തു. ഉടനെ അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങളുടെ കടം അള്ളാഹു വീട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ 1000 ദീനാറുമായി നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളൂ. വളരെ അത്ഭുതകരമായ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, അള്ളാഹുവിൽ തവക്കുലാക്കുകയും പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ, വിശ്വാസികളെ അള്ളാഹു എപ്രകാരം സഹായിക്കുമെന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി ഈ സംഭവം പറഞ്ഞുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ പറയുകയുണ്ടായി, വഫീഹി ഫദ്ലു തവക്കുൽ അലല്ലാഹ്. ഈ സംഭവത്തിൽ നിന്നും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നതിന്റെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അള്ളാഹുവിൽ തവക്കുലാക്കുന്നവന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുമെന്നും ഈ ചരിത്രത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ വികാരം ശക്തമായി നിലനിൽക്കണം. നമ്മൾ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയിലും, സാമൂഹ്യമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, സാമ്പത്തികമാവട്ടെ, കുടുംബപരമാവട്ടെ, ഏത് പ്രശ്നങ്ങളിലും നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ അവൻ നമ്മുടെ കാര്യം ഏറ്റെടുക്കുകയും അത് നിറവേറ്റി തരികയും ചെയ്യുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഏറ്റെടുത്തതാണ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുവെങ്കിൽ അവന്റെ കാര്യം നിറവേറ്റാൻ അള്ളാഹു മതിയായവനാണ്. നമ്മുടെ പ്രശ്നങ്ങളും അതെത്ര വലുതാവട്ടെ, സങ്കീർണമാവട്ടെ, പരിഹരിക്കാൻ അള്ളാഹു മതിയായവനാണ് എന്ന വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവുകയും നമ്മിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ശീലം
ശക്തമായി വളർത്തിയെടുക്കുകയും ചെയ്യണം. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ്, നേർവഴി, ഒരു ഓൺലൈൻ പഠന സംരംഭം. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.